Play Fab in yummy chocolate and vanilla crème. എന്തായാലും നമ്മൾ ഈ കാർണിവലിന് വന്ന സ്ഥിതിക്ക് അടിച്ചു പൊളിച്ചിട്ട് തന്നെ കാര്യം. ആഹാ, അടിപൊളി. ഇത് ശരിക്കും ഒരു സാഹസികത തന്നെയാണ്. കയറിലൂടെ ഇതുപോലെ എനിക്ക് നടക്കാൻ സാധിക്കും. അതും ഇതിലും വണ്ണം കുറഞ്ഞ കയറിലൂടെ. എന്നാ പിന്നെ എന്തിനാ എത്ര വൈകിക്കുന്നേ? ഞങ്ങളും കാണട്ടെ നിന്റെ കഴിവ്. സംശയമുണ്ടോ? ദാ ഇത് നോക്ക്. ഇയാൾക്ക് വട്ടാണെന്നാ തോന്നുന്നേ. കുറ്റിയും പറിച്ചോണ്ട് ഓരോന്ന് വന്നോളും വെറുതെ മെനക്കെടുത്താനായിട്ട്. നമുക്ക് പോവാ. അല്ല, ഇത് കണ്ടിട്ട് ഇവരെന്താ കൈയടിക്കാതെ പോയി കളഞ്ഞത്? ഇവർക്കപ്പൊ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? തലച്ചോറെന്ന സാധനം ഇല്ലാത്തവർക്ക് ജീവിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഹണി, നീ വാടാ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ആഹാ, ഇത് കൊള്ളാലോ. അടിപൊളി ജിലേബി. കൊള്ളാം, ഇതും കലക്കി. ഇത്രയും വലിയ പലഹാരത്തിൽ കല്ല് കടിക്കുന്നു. എടാ, അത് പലഹാരമല്ല, കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിങ്ങാ. നീ അതിലിട്ട് കടിച്ചില്ലേ? പോപ്പട്ടനാണെങ്കിൽ ഇന്ന് രാവിലെ തുടങ്ങിയ ഭാഗ്യക്കേടാ. രാവിലെ ബാത്റൂമിലൊന്ന് വീണായിരുന്നു. ബാത്റൂമിനകത്ത് ഷാമ്പു ഒഴിച്ചത് ഞാനായിരുന്നു. പിന്നെ കസേരയിൽ ഇരുന്നപ്പോ തന്നെ താഴെ വീണു. കസേര പുറകിലോട്ട് വലിച്ചത് ഞാനായിരുന്നു. അതെന്റെ ഭാഗ്യക്കേട് കൊണ്ടല്ലടാ, നിനക്ക് ഭാഗ്യം ഉള്ളത് കൊണ്ടായിരുന്നു. പക്ഷെ ഇനി നിന്നെ എങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. നിന്റെ തമാശ ഈടായിട്ട് കുറച്ച് കൂടുന്നുണ്ട്. എടാ, നിക്കടാ അവിടെ. നിനക്കൊന്ന് നേരെ നോക്കി പറഞ്ഞൂടാ. നിന്നോടാരാടാ പൊട്ട പെട്ടെന്ന് നിൽക്കാൻ പറഞ്ഞേ? ഞാൻ ജോത്സ്യൻ എന്നുള്ള ബോർഡ് വായിക്കുമായിരുന്നു. അതാ നിന്നെ. ആഹാ, അടിപൊളി. ജോത്സ്യനോ? കൂട്ടുകാരെ, നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്താലോ? എന്തു പറയുന്നു എല്ലാരും? എന്നാ നീ ഒരു കാര്യം ചെയ്യും, മ്യാവ് മ്യാവെന്ന് കരയേ. എടാ, ജോൽസിനെ പോയി കണ്ട് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അറിഞ്ഞാലോന്നാ ഞാൻ ചോദിച്ചത്. അതൊരു നല്ല ഐഡിയ ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. അല്ലേടാ പണി? എടാ ഹണി, നീ വേണേ വെറുതെ ഒന്ന് അറിഞ്ഞു വെച്ചേക്ക്. നിന്റെ തലക്കകത്ത് എന്ന് വെളിച്ചം വരും എന്നുള്ള കാര്യം. വന്നാലും അകത്തേക്ക് വന്നാലും നിങ്ങളുടെ ഭാവി എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒന്നാമത്തേത് എനിക്കറിയില്ല, രണ്ടാമത്തേത് ഞാൻ പറയില്ല, മൂന്നാമത്തേതോ? മൂന്ന് എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നില്ല. നിങ്ങളുടെ ഫ്യൂച്ചർ അറിയാൻ വെറും 10 രൂപ മുടക്കൂ. ദാ ഇത് നോക്കൂ, ഫ്യൂച്ചർ. ഒരു തമാശ കാണിച്ചതാ. മാത്രവുമല്ല, തമാശ പറയാൻ ഒരു 3 കാര്യങ്ങൾ വേണം. ആദ്യത്തേത് എനിക്കറിയില്ല, രണ്ടാമത്തേത് ഞാൻ പറയില്ല, അപ്പൊ മൂന്നാമത്തേതോ? മൂന്നാമത്തേത് നിങ്ങൾക്ക് ഇപ്പൊ സംഭവിച്ചില്ലേ, അതായത് തമാശ. അയ്യോ, പേടിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് ഫ്യൂച്ചർ പറഞ്ഞു തരാം. ഞാൻ ഇങ്ങനെ കാർഡ് വിതറുമ്പോൾ തന്നെ എന്റെ തത്ത തോത്തിഷ് പുറത്തിറങ്ങി വന്ന് നിങ്ങളുടെ ഭാവി പറഞ്ഞു തരുന്നതാണ് കുട്ടികളെ. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും. എപ്പോ നോക്കാ? ഇപ്പോ. ആദ്യത്തെ ഫ്യൂച്ചർ പറഞ്ഞു കഴിഞ്ഞു തരിക 10 രൂപ. കൈനീട്ടം വേഷായിരിക്കണോ? നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കൂ. എനിക്ക് അങ്ങോട്ട് ഭോജനം കഴിക്കാനുള്ള സമയമായിരിക്കണോ? നിങ്ങൾ ഏതു വഴിയാണോ അകത്തേക്ക് കയറി വന്നത് ആ വഴി തന്നെ പുറത്തേക്ക് പോകാവുന്നതാണ്. നിങ്ങളെ കണ്ടിട്ട് നല്ല വ്യക്തികളാണെന്ന് എനിക്ക് തോന്നുന്നത്. ദൈവത്തെ ഓർത്ത് ഫ്രോഡ് ജോൽസിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണം. അയാൾ ഈ നാട്ടുകാരെ മൊത്തം പറ്റിക്കുവാ. എനിക്ക് അയാൾ ഒന്നും തരുന്നില്ലെന്നേ. ഭക്ഷണം പോലും കഴിക്കാൻ കിട്ടാറില്ല. 2 ദിവസമായിട്ട് ചീഞ്ഞ പച്ചക്കറിയാ തരുന്നത്. അത് കഴിച്ചിട്ടാണെങ്കിൽ എനിക്കാകെ വയ്യാണ്ടായി. Splash, slide, swim, glide. Feel the fun of Fab Ride. Feel the Fab.
Play Fab in Yummy Chocolate and Vanilla Cram. അല്ല ഇവനെന്താ നിന്റെ പോലെ സംസാരിക്കുന്നത്? ഒരു മിനിറ്റ്. ആപ്പിളിന്റെ മരം, അതെ. കുറ്റിക്കാട് ഗ്രാമത്തിലെ 4ാമത്തെ ആപ്പിൾ തോട്ടം, അതെ. അതിൽ 6ാമത്തെ മരത്തില്, അതെ. ഇപ്പൊ പിടികിട്ടി, ഇവൻ എന്റെ നാട്ടുകാരനാ. നിന്റെ നാട്ടുകാരനായതുകൊണ്ട് തീർച്ചയായിട്ടും നീ ഇവനെ സഹായിച്ചേ മതിയാകൂ. ആ ഫ്രോഡ് ജോത്സ്യൻ ഇവന്റെ ടാലന്റ് മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എന്താ ഈ തത്ത ഹെൽപ്പ് ചെയ്യണോന്ന് പറഞ്ഞതോ? അല്ല, ഈ തത്തയ്ക്ക് ടാലന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല ആ കാര്യം. കാരണം പോപ്പട്ടിന് ടാലന്റ് വളരെ കുറവാണ്. ഇന്നലെ വീട്ടിൽ 3 മണിക്കൂർ ബോൾ വെച്ച് കളിച്ചിട്ട് പോലും ഒരു ക്യാച്ച് പോലും പിടിച്ചില്ല. എടാ കഴുതേ, ഞാൻ കളിച്ചോണ്ടിരുന്നത് ഫുട്ബോളാ. ക്യാച്ച് ചെയ്തിരുന്നെങ്കിൽ അത് പെനാൽറ്റി ആയി മാറിയേനെ. നിങ്ങൾ ആദ്യം വഴക്കൊന്ന് മതിയാക്ക്. ആ ജോത്സ്യന്റെ കയ്യിൽ നിന്ന് കൂടിന്റെ താക്കോല് കൈക്കലാക്കണം. പോപ്പട്ടെ, എടാ പോപ്പട്ടെ, ഒന്നുമില്ല, ഓൾ ദി ബെസ്റ്റ്. രക്ഷിക്കണേ. ആഹാ, താക്കോല് കിട്ടി. വേഗം വാ. അയ്യോ, നിങ്ങൾ എന്റെ തത്തയെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? എന്റെ കഞ്ഞിൽ പാറ്റ വീഴും. തോത്തേഷിനെ രക്ഷിക്കണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ജോത്സ്യന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. അയ്യോ, എന്റെ കൈ. അല്ല, ഇത് ഇവന്മാർ എങ്ങോട്ടാ പോയത്? ഞങ്ങൾ അങ്ങനെ തന്റെ കയ്യിൽ വന്ന് കുടുങ്ങാനുള്ള ഭാഗ്യമൊന്നും തനിക്കില്ലടോ. ഞാൻ എന്തൊരു മണ്ടനാ. വെറുതെ ആ ജോത്സ്യന്റെ ഭാഗ്യം പരീക്ഷിക്കാനൊന്ന് നിന്നു കൊടുക്കുക. വായ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് തുറക്കുന്നത്. ആദ്യത്തേത് അറിയില്ല, പിന്നെ രണ്ടാമത്തേത് പറയില്ല. അപ്പൊ മൂന്നാമത്തേതോ? മൂന്നാമത്തേത് ഇതാണ്. അതവിടെ നിൽക്കട്ടെ. നിങ്ങളിൽ ആരാണ് എന്റെ തത്ത? ആ, നീ തന്നെയാണ് എന്റെ തത്ത. വാ എന്റെ കൂ. പോപ്പട്ടെ, ഞാൻ പറയുന്നത് നീ കേക്ക്. ആ തോത്തേഷ് ജോത്സ്യന്റെ അടുത്ത് തന്നെ നിക്കട്ടെ, നമുക്ക് വീട്ടിലോട്ട് പോകാം വേഗം. ഒന്നും മിണ്ടായിരിക്കും. ഞാൻ തോത്തേഷാണ്. ജോത്സ്യൻ ഞാനാണെന്ന് വിചാരിച്ച പോപ്പട്ടനെ പിടിച്ചോണ്ട് പോയത്. അവനാണ് എന്നെ പുറത്തിറക്കിയത്. നമുക്ക് അവനെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. വരൂ കൂട്ടുകാരെ, നമുക്ക് ആ ജോത്സ്യനെ ഒരു പാഠം പഠിപ്പിക്കണം. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കോ. ഞാൻ മറന്നുപോയി, വെള്ളത്തിലൂടെ ഓടുകയല്ല നീന്തുകയാണ് വേണ്ടതെന്ന്. ജോത്സ്യൻ നിക്കവിടെ, ഞങ്ങളുടെ കൂട്ടുകാരനെ വിട്ടേക്ക്. ഹണി ബണി, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കടാ. വേണ്ട ഹണി, നമുക്കവനെ ഓടിച്ചിട്ട് തന്നെ പിടിക്കാം.
സത്യത്തിൽ നമ്മൾ അയാളെ പിടിക്കാൻ ഓടുകയാണോ അതോ സ്വയം നമ്മളെ ശിക്ഷിക്കുവാണോ? എത്ര സമയം ഓടാൻ തുടങ്ങിയിട്ട്? ഹണി പറയുന്നത് ശരിയാണ്. ആ ജോത്സ്യനിട്ട് ഒരു പണി കൊടുക്കണം. പക്ഷെ അതിന് ഇങ്ങനെ നമ്മൾ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയോ ഈ ജോൽസിന് പണത്തോട് ഭയങ്കര അത്യാർത്ഥിയാ. ആ അത്യാഗ്രഹം മുതലെടുത്ത് നമുക്ക് അയാളെ പിടിക്കാൻ സാധിക്കും. ഐഡിയ. ഹണി, നീ എന്റെ 2000 രൂപ എവിടെയാടാ കളഞ്ഞത്? ആ 2000 രൂപ എന്റെ കൈ കിട്ടിയ ഞാൻ അടിച്ച് പൊടിച്ച് തിമിർത്ത് ചാടും. അത് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. എനിക്ക് കിട്ടി, കിടക്കുന്നു. അയ്യോ, തന്റെ പാക്കറ്റിൽ നിന്ന് പണം താഴെ പോയി. ആണോ? എവിടെ എവിടെ എവിടെ? ദാ ഇവിടെ. ജ്യോതിഷ്ണ കുറെ നാൾ കൂട്ടിലടച്ചില്ലേ, അതിനുള്ള ശിക്ഷയാ. 3 കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് മാപ്പ് കിട്ടൂ. യവൻ നന്നാവെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യത്തേത് സോറി, രണ്ടാമത്തേത് എന്നോട് ക്ഷമിക്കണേ, മൂന്നാമത്തേത് ഇനി മുതൽ സ്വതന്ത്രനാണ് തോത്തേഷ്. താങ്ക് യു. നിങ്ങൾ കാരണം എനിക്ക് എന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. എന്നാ ശരി, ഗ്രാമത്തിൽ ചെന്ന് എല്ലാവരോടും എന്റെ അന്വേഷണം പറയണം. പിന്നെ ഒരു മിനിറ്റേ. ഇത് എന്താണ് ഈ ചെയ്യുന്നത്? ഗ്രാമത്തിലെ മണ്ണെടുത്തതാണ്. അത് തൂവലിൽ പറ്റി പിടിച്ചിരിക്കാറുണ്ട്.